നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത മുടിക്കോട് കല്ലിടുക്ക് പ്രദേശങ്ങൾ സന്ദർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം കൌൺസിലർമാരുമായി ചർച്ച നടത്തി. അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കുട്ടനല്ലൂർ മൾട്ടിപർപ്പസ് സഹകരണ സംഘം വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശക്തിയായ മഴ. പീച്ചി അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. 71.34 മീറ്ററാണ് ഇപ്പോൾ ജലനിരപ്പ്. വാർത്തകൾ വിശദമായി. ദേശീയപാത 544 കുരുക്ക്. മുടിക്കോട് കല്ലിടുക്ക് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി റവന്യൂ മന്ത്രി. ദേശീയപാത 544 ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്ന് രാത്രി ആരംഭിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഗതാഗത കുരുക്ക് രൂക്ഷമായ കല്ലിടുക്ക്, മുടിക്കോട് പ്രദേശങ്ങൾ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, NHAI പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഗ്രേഡർ ഉപയോഗിച്ച് റോഡ് നിരപ്പാക്കി ആദ്യഘട്ടം എന്ന നിലയിൽ അതിൽ WMM ഫില്ലിംഗ് നിറച്ച് അതിനുമേലെ റോളിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു. 2 ദിവസം അടുപ്പിച്ച് മഴ തോർന്നു നിന്നാൽ ഉടൻ ഡ്രം മിക്സ് ഉപയോഗിച്ച് മുഴുവനായി ഓവർലേ ചെയ്യും. മുടിക്കോട് ശിവക്ഷേത്രത്തിന് മുന്നിൽ അടിപ്പാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴി മൂടി 2 വാഹനങ്ങൾ പോകാനുള്ള വലുപ്പത്തിലാക്കി സർവീസ് റോഡ് വീതി കൂട്ടും. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. തൃശൂർ തഹസിൽദാർ ജയശ്രീ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ഒല്ലൂർ ACP സുധീരൻ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ അംഗങ്ങളായ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. നിരന്തരം ഈ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്ത് നിർദ്ദേശം നൽകണം. ഏതെങ്കിലും രീതിയിൽ വീഴ്ച വന്നാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം NHAIക്കും കരാറുകാർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് കാണിച്ച് കളക്ടർ നോട്ടീസ് നൽകും. കൂടുതൽ പോലീസുകാരെ നിയോഗിക്കാൻ കമ്മീഷണർക്കും കൂടുതൽ വളണ്ടിയർമാരെ നിയോഗിക്കാൻ ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. കുരുക്കിൽപ്പെട്ട വാഹനങ്ങളെ റിക്കവർ ചെയ്യുന്നതിന് ഒരു റിക്കവറി വാഹനം മുടിക്കോട് കേന്ദ്രീകരിച്ച് കരാറുകാരുടെ ചിലവിൽ ഏർപ്പെടുത്തും. ഈ പ്രദേശത്തെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം ടീമിനെ NHAI നിയോഗിക്കും. ദേശീയപാത അതോറിറ്റി ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്തതായി കാണുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ സന്ദർശനത്തിന് മുന്നോടിയായി മണ്ണുത്തി ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, തൃശൂർ തഹസിൽദാർ ജയശ്രീ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ദേശീയപാതയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ അതിഭീകരമായിട്ടുള്ള ബ്ലോക്ക്, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ ദേശീയപാത അതോറിറ്റിയോട് കർശനമായി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മഴക്കാല പൂർവ്വകാല കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി നടന്ന യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഴ വരുമെന്ന പ്രതീക്ഷയോടെ കൃത്യമായി ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. സാധാരണ നിലയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ദേശീയ പാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംസ്ഥാന സർക്കാർ ഏജൻസിക്ക് ഇടപെടാൻ സാധ്യമല്ല. അത് പൂർണ്ണമായിട്ടും ദേശീയപാത അതോറിറ്റി തന്നെയാണ് ചെയ്യേണ്ടത്. ആ വിധത്തിൽ ദേശീയപാത അതോറിറ്റിയോട് തൃശ്ശൂരിൽ ചേർന്ന യോഗത്തിലും ഇങ്ങനെയൊരു ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കല്ലിടുക്കിലും മുടിക്കോടും അതുപോലെ തന്നെ ചാലക്കുടിയുടെ ഭാഗമായിട്ടുള്ള ആമ്പല്ലൂരിലും പേരാമ്പ്രയിലും മുരിങ്ങൂരിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൈഡ് പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് സർവീസ് റോഡ് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാക്കിയില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ മന്ത്രിമാരും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളുമെല്ലാം ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അവർ ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ടാർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നാണ് ഞങ്ങളോട് പറഞ്ഞതും ഇന്നത്തെ കൂടിയാലോചന യോഗത്തിൽ അവതരിപ്പിച്ചതും. പക്ഷേ അത് കൃത്യമായില്ല എന്ന് മാത്രമല്ല, വളരെ വ്യാപകമായിട്ടുള്ള
വലിയ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ അത് പോകുകയാണ്. ഇത് വെച്ചിരിക്കാൻ സാധ്യമായ കാര്യമല്ല. ദേശീയപാത അതോറിറ്റിയുടെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കരാറുകാരുടെയും ഭാഗത്ത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെ പ്രാഥമികമായി കാണാൻ പറ്റും. ഇന്ന് എല്ലാവരുമായിട്ടും പ്രാഥമികമായിട്ട് ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചു. ഈ സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും പോയതാണ്. ഈ ഘട്ടത്തിൽ ജില്ലാ കളക്ടറും കമ്മീഷണറും RTOയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ എല്ലാവരും കൂടി ഞങ്ങളൊരു കൂടിയാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടുള്ള പരിഹാരമാർഗ്ഗങ്ങളും സ്ഥായിയായ പരിഹാരമാർഗ്ഗങ്ങളും ഉണ്ടാക്കുന്ന 2 വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സ്ഥിരമായി മോണിറ്റർ ചെയ്യാനും ഈ നടപടികൾ വളരെ ഗൗരവത്തോടെ കാണാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഓരോ ഇടത്തും ഓരോന്നാണ് പ്രശ്നം. ഇപ്പോൾ മുടിക്കോട് തന്നെ ഈ ഭാഗത്തുള്ള പ്രശ്നം, ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുള്ള 2 ഇലക്ട്രിക് പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് മാറ്റി ഈ ഭാഗത്തുള്ള തോട് കൂടിയെടുത്തുകൊണ്ട് ഇവിടുത്തെ വീതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നിന്ന് 2, 3 വരിയായിട്ട് വരുന്ന സ്ട്രക്ചർ ഒരു ഒറ്റ വരിയായി പോകുന്നതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റിയാൽ ഈ ഭാഗത്തെ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ മുടിക്കോട് തന്നെ അപ്പുറത്തെ ഭാഗത്തെ പ്രശ്നം പൂർണ്ണമായിട്ടും കുഴികളാണ്. ഇതൊരു അന്തർ സംസ്ഥാന പാതയാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ അതിർത്തി പങ്കിട്ട് ഇരുഭാഗത്തേക്കുമുള്ള ചരക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ മുടിക്കോട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് ടുവേഴ്സ് തൃശ്ശൂർ ഭാഗത്തുള്ള പ്രശ്നം വീതി കുറവല്ല, മറിച്ച് വലിയ കുഴികളാണ്. ഒരു കുഴിയിൽ ഒരു വണ്ടിയുടെ ഇടതുഭാഗത്തെ ടയർ ഇറങ്ങി, പിന്നെ അത് കയറി വലതുഭാഗത്തെ ടയർ വീണ്ടും ഇറങ്ങി, ഇങ്ങനെ കുഴികളിൽ നിന്നുള്ള കുഴികളിലേക്കുള്ള യാത്ര ഉണ്ടാക്കുന്ന ദുരിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ നമ്മുടെ കല്ലിടുക്കിൽ കുറേ കൂടി ഗൗരവമാണ്. അതിന് ഇത്രമാത്രം പോകാനുള്ള വഴിയുമില്ല. ഞങ്ങളിപ്പോൾ വീണ്ടും എല്ലാവരും കൂടി അവിടെ സന്ദർശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങളിത് കാണുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ അടിയന്തരമായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതും സ്ഥായിയായി നടത്തേണ്ടതുമായിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ നിൽക്കുന്ന ഈ മുടിക്കോട് അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള 2 ഇലക്ട്രിക് പോസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ടെൻഡർ നടപടികൾ അതിനെ തുടർന്നുള്ള നൂലാമാലകളൊന്നുമില്ലാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം നാളെ രാവിലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നാളെ തന്നെ ദേശീയപാത അതോറിറ്റി അതിൻ്റെ പണമടച്ച് ഒരു ദിവസം കൊണ്ട് വർക്ക് അറേഞ്ച് ചെയ്ത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുള്ള സൗകര്യം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കുകയും. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ഡോക്ടർ KG പത്മകുമാർ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും കോർപ്പറേഷൻ കൌൺസിലർമാരുമായി വിശദമായി ചർച്ച നടത്തി. ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ MP ഓഫീസ് പ്രതിനിധി രാജേഷ് നായർ അധ്യക്ഷനായി. ഗോപൻ ചെന്നിത്തല, ജയൻ തോമസ്, കൌൺസിലർമാരായ N പ്രസാദ്, പൂർണിമ സുരേഷ്, രാധിക NV, നിജി KG, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രാമകൃഷ്ണൻ, നാഗഭരണിധരൻ, ശിവൻ മേനോൻ, കൃഷ്ണകുമാർ, ചന്ദ്രൻ, മുരുകനഗർ, ശ്രീജി V മോഹൻ, രഘുനാഥ് C മേനോൻ, ദിനേഷ് കുമാർ കരിപ്പേരിൽ, മുൻ കൌൺസിലർ മഹേഷ്, കൃഷ്ണനുണ്ണി, കോൾ കർഷക നേതാവ് ഗോപിനാഥൻ, എഞ്ചിനീയർമാരായ ഡോക്ടർ CV ലാൽ, പ്രസന്ന രാജ, MP ഓഫീസ് പ്രതിനിധികൾ എന്നിവരും വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും പങ്കെടുത്തു. യോഗത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും രേഖകളും പരിശോധിച്ച് ഉടൻ തന്നെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്ന് ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഡോക്ടർ KG പത്മകുമാർ അറിയിച്ചു. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്നാൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടായിരുന്നു. കേരളത്തിൽ പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദിയിലെ മധൂർ സ്റ്റേഷനിലും മഞ്ചേശ്വരം നദി സ്റ്റേഷനിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 11 വീടുകൾ ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചു. ചാലക്കുടി താലൂക്കിൽ ഇന്നലത്തെ മഴയിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നതായി അറിയിപ്പുണ്ട്. തൃശൂർ ജില്ലയിൽ നിലവിൽ 12 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യചാരുത പകരുന്ന പെരേപ്പാറ ചെക്ക് ഡാമിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹം. ഇടതടവില്ലാതെ പെയ്യുന്ന ശക്തമായ മഴയിൽ പെരേപ്പാറ ചെക്ക് ഡാം നിറഞ്ഞു. വെള്ളച്ചാട്ടത്തിന്റെ സൗകുമാര്യം നുകരാനും ചുറ്റുഭാഗം പടർന്നു പന്തലിച്ച നിബിഡ വനങ്ങളും വിനോദസഞ്ചാരികളുടെ മനം കവരുന്നു. അവധി ദിവസങ്ങളിൽ കുടുംബസമേതം ശക്തമായ മഴയെപ്പോലും കൂസാതെ നയന മനോഹാരിത ആവോളം ആസ്വദിക്കാൻ ദുർഘടം പിടിച്ച വഴിയും താണ്ടി വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നു.
ടൂറിസം മേഖലയ്ക്കേറെ പ്രാമുഖ്യം നൽകുന്ന സുഗമമായ ഗതാഗത സഞ്ചാരം ദുഷ്കരമാണ്. ചെറുചോലകൾ കടന്നു വേണം എത്തിച്ചേരാൻ. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ട് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അധികൃതർ പെരേപ്പാറ ചെക്ക് ഡാമിനെ വിസ്മരിക്കുകയാണെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നു. തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രൽ വോയ്സും തൃശൂർ IMAയും സംയുക്തമായി അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് ജാതിമത ഭേദമന്യേ സൗജന്യ ക്യാമ്പ് നടത്തി. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KM ഫ്രാൻസിസ് സ്വാഗതവും ഡോക്ടർ ജോബി കാക്കശ്ശേരി നന്ദിയും അറിയിച്ചു. അസ്ഥിരോഗത്തെ സംബന്ധിച്ച് ചർച്ചാ ക്ലാസിന് ഡോക്ടർ അൽത്താഫ് MS നേതൃത്വം നൽകി. ഡോക്ടർ ആന്റണി കണ്ണാമ്പിള്ളി, ഡോക്ടർ ജോസഫ് ജോർജ് എന്നിവർ രോഗനിർണയത്തിന് നേതൃത്വം നൽകി. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. മരുന്നുകൾ സ്പോൺസർ ചെയ്തത് തൃശൂർ ധർമ്മോദയം കമ്പനിയാണ്. ക്യാമ്പ് ജനറൽ കൺവീനർ സോണി കവലക്കാട്ട്, CR ആന്റോ, നടത്തുകൈക്കാരൻ ശ്രീ ജോസ് തിട്ടാട്ടുകര എന്നിവർ പ്രസംഗിച്ചു. ജോസ് വാഴപ്പിള്ളി, അൽഫോൻസ സിംസൺ, ബോബി ചിറക്കേക്കാരൻ, തോമസ് കോനിക്കര, ലൂവി കണ്ണാത്ത്, ഫെമി ബൈജു എന്നിവർ നേതൃത്വം നൽകി. വായനാ ദിനത്തോടനുബന്ധിച്ച് ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ സമ്മേളനത്തിൽ ഓഡി വർക്കി രചിച്ച ബാലസാഹിത്യ കൃതി ഇവാനയും ആനത്തുമ്പിയും ചെറുകഥാ സമാഹാരം ഡോക്ടർ ജെയിംസ് ഓഫ് കല്ലേലി, ഡോക്ടർ ലിയ മേരി പോൾ എന്നിവർക്ക് പുസ്തകം നൽകി അക്കാദമിക് കോർഡിനേറ്റർ മേഴ്സി നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ജെയിംസ് F കല്ലേലി, ഡോക്ടർ ലിയ മേരി പോൾ, അധ്യാപകരായ മായ രാജഗോപാൽ, അനു അരുൺ, ഓഡി വർക്കി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ യോഗ്യതയുള്ള സ്റ്റാഫ് നഴ്സുമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി 40 വയസ്സാണ്. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. അപേക്ഷാ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിലാസത്തിൽ ഇമെയിലിലോ തപാലിലോ ജൂൺ 23 ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0480 275 1232. പീച്ചി ഡാം ജലനിരപ്പ് ഒരാഴ്ചക്കിടെ ഉയർന്നത് 1.5 മീറ്ററാണ്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും പീച്ചി ഡാം ജലനിരപ്പിൽ വലിയ വർധന ഉണ്ടായിട്ടില്ല. ഒരാഴ്ചക്കിടെ ജലനിരപ്പ് ഉയർന്നത് 1.5 മീറ്റർ മാത്രം. കഴിഞ്ഞ തിങ്കളാഴ്ച ഡാമിലെ ജലനിരപ്പ് 69.87 മീറ്റർ ആയിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് 71.34 മീറ്ററാണ് ജലനിരപ്പ്. 1.47 മീറ്റർ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഡാമിലെ പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. നിലവിൽ ഡാമിൽ സംഭരിക്കപ്പെട്ട വെള്ളത്തിന്റെ അളവ് 25.47 മില്യൺ ക്യൂബിക് മീറ്ററാണ്. ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 94.95 മില്യൺ ക്യൂബിക് മീറ്ററും 27% മാത്രമാണ് നിലവിലെ സംഭരണം. ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 14 മേലേമ്പാട്ട് ആലുംചോട് പരിസരത്താണ് വർക്ക്ഷോപ്പ് മാലിന്യം ഗോവ രജിസ്ട്രേഷൻ പിക്കപ്പ് ജീപ്പിൽ കൊണ്ടുവന്ന് തള്ളിയത്. കെമിക്കൽ മാലിന്യം തള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് വാഹനം തടഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയെ വിവരമറിയിച്ച് അധികൃതർ എത്തി സ്ഥലം പരിശോധിച്ച് മാലിന്യം സ്ഥലത്ത് നിന്ന് നീക്കാൻ മാലിന്യമായി എത്തിയവർക്ക് നിർദ്ദേശം നൽകി. 25,000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. എന്നാൽ ഒരു ലോഡ് മാലിന്യം നീക്കം ചെയ്ത് ബാക്കി മാലിന്യത്തിന് മുകളിൽ മണ്ണിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. വർക്ക്ഷോപ്പ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പാടത്തോട് ചേർന്നുള്ള നീർച്ചാലിലാണ്. മേഖലയിൽ വെള്ളം കെട്ടിനിന്ന് സമീപ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഉൾപ്പെടെ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം നഗരസഭ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാലിന്യങ്ങൾ തള്ളാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിട്ടാണ് ഇത് വണ്ടി ആൾക്കാർ ഇപ്പോൾ തടഞ്ഞ് പോലീസിനെ അറിയിച്ചു, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീനെ അറിയിച്ചു. മുനിസിപ്പാലിറ്റിക്കാർ വന്നു, ഫൈൻ എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് ഇത് ഇവിടുന്ന് നീക്കം ചെയ്യാനോ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഇതുവരേക്കും യാതൊരു നടപടിയില്ല. ഇവിടെ മണത്തിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു നടപടി എന്തായാലും കൊടുക്കണം. ഈ വണ്ടിക്കകത്ത് ബുക്കും പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പോലീസുകാർ വന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഗരസഭ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയില്ല. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം.
ആ ഇത് കണ്ടറിയാം അവിടുത്തെ അവസ്ഥ, ആ വെള്ളത്തിൻ്റെയൊക്കെ അവസ്ഥ. അവിടെ ഒരു വെള്ളം ചാല് പോകുന്നതാണ്, ഇവിടെ കിണറുകൾക്ക് പ്രശ്നമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുള്ളതുണ്ട്. പനി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം. അധികാരികൾ ഇത് കാണേണ്ടതാണ്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനത്തോടനുബന്ധിച്ച് 24 കേരള ബറ്റാലിയൻ NCCയിലെ അസോസിയേറ്റഡ് ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ PJ സ്റ്റൈജുവിനെ കണ്ടാണശ്ശേരി പഞ്ചായത്ത് ആദരിച്ചു. 78 തവണയാണ് അദ്ദേഹം രക്തം ദാനം ചെയ്തത്. കരിസ്മ ഓഡിറ്റോറിയത്തിൽ വയോജന കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജൈനും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് ആദര പ്രസംഗം നടത്തി. തൃശൂർ നഗരത്തിൽ പഴയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് പതിവായിട്ടും നടപടിയില്ലാതെ കോർപ്പറേഷൻ. പുത്തൻപള്ളിക്ക് മുൻവശം പഴയ കെട്ടിടം തകർന്നു വീണു. ദിവസങ്ങൾക്ക് മുൻപ് വീണ കെട്ടിടം പൊളിക്കുന്ന വിവരം കോർപ്പറേഷനെ അറിയിക്കാതെ വേണ്ടത്ര മുൻകരുതലുകളില്ലാതെ പൊളിച്ചു നീക്കാൻ ശ്രമിച്ചത് നാട്ടുകാർക്ക് ആശങ്കയുണ്ടാക്കി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കൌൺസിലർ ജോൺ ഡാനിയൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിവരം അറിയിച്ചു. വേണ്ടത്ര മുൻകരുതലെടുത്ത് മാത്രമേ കെട്ടിടം പൊളിക്കാവൂ എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. നിരവധി വാഹനങ്ങളും കാൽനടക്കാരും കെട്ടിടത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോഴാണ് പൊളിച്ചു നീക്കിക്കൊണ്ടിരുന്നത്. പൊളിക്കുന്നവരുടെയും ജീവൻ അപകടത്തിലാക്കും വിധമാണ് പണികൾ നടത്തിയത്. അപകടാവസ്ഥയിലെന്ന് കോർപ്പറേഷന്റെ പട്ടികയിലുള്ള കെട്ടിടമാണ് തകർന്നു വീണതെന്നും തുടർച്ചയായി പഴയ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോഴും കോർപ്പറേഷൻ ഇടപെടാതിരിക്കുന്നത് ജനങ്ങളിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്നും കൌൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ സിമന്റ് കയറ്റി വന്ന ലോറി റോഡിന്റെ ഓരത്ത് പൂഴ്ന്നിറങ്ങി. പുന്നമ്പറമ്പ് സെന്ററിൽ VMMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്താണ് സംഭവം. പീച്ചി വാഴാനി കോറിഡോർ വർക്കിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് ഇട്ട് സുരക്ഷിതമാക്കിയെങ്കിലും മഴ ശക്തി പ്രാപിച്ചതോടെ ഇരുവശങ്ങളിലും വെള്ളം തളം കെട്ടി റോഡിന്റെ വശങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ലോറിയുടെ ഒരു ഭാഗം താഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അശാസ്ത്രീയ രീതിയിൽ നവീകരണ പ്രക്രിയകൾ നടത്തിയതാണ് റോഡിന്റെ ഓരങ്ങൾ ഇടിയുന്നതെന്ന പരാതി വ്യാപകമാണ്. ലോറി താഴ്ന്നതോടെ മറ്റു വാഹന യാത്രക്കാർക്കും ഈ മേഖല പേടിസ്വപ്നമായിരിക്കുന്നു. സൂക്ഷ്മമായ നിരീക്ഷണവും പരിശോധനയും കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ വാഹന അപകടങ്ങൾ പെരുകുമെന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. അല്പം ഒന്ന് തെന്നിമാറിയാൽ സ്കൂൾ കെട്ടിടത്തിന് പോലും അപകടം വന്നേനെയെന്ന് നാട്ടുകാർ പറയുന്നു.
കുട്ടനല്ലൂർ മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം പ്രസിഡന്റ് ടി.വി. ചന്ദ്രൻ അധ്യക്ഷനായി. സെന്റ് അഗസ്റ്റിൻ സ്കൂൾ മാനേജർ സിസ്റ്റർ ഡോക്ടർ സ്റ്റെഫി പെരേപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പ്രവീൺലാൽ, സംഘം വൈസ് പ്രസിഡന്റ് ജോസ് പറമ്പൻ, സെക്രട്ടറി എം.വി. രാജേഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫർമാരായി സേവനമനുഷ്ഠിച്ചവർക്കും പത്രസ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർക്കും മുൻഗണനയുണ്ട്. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തവരായിരിക്കരുത്. ഡിജിറ്റൽ SLR മിറർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. വൈഫൈ സംവിധാനമുള്ള ക്യാമറകൾ കൈവശമുള്ളവർക്ക് മുൻഗണനയുണ്ട്. അപേക്ഷകരുടെ പേര്, വിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം രേഖപ്പെടുത്തിയ ബയോഡാറ്റ, സ്വന്തമായുള്ള ക്യാമറയുടെ വിവരങ്ങൾ സഹിതം ജൂൺ 21 വൈകിട്ട് 5-നകം കളക്ടറേറ്റിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലോ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487236064. തെക്കുംകര വിരുപ്പാക്ക 3-ാം വാർഡിൽ ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് അപകടം. നമ്പ്രത്ത് തങ്കയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ രാത്രി 11:30 മറിഞ്ഞു വീണത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തങ്കമ്മയും മരുമകൾ പ്രീതയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. മേൽക്കൂര പൂർണ്ണമായി തകർന്നു. രാത്രി അയൽവക്കത്തെ മറ്റൊരു വീട്ടിലാണ് തങ്കമ്മയും മക്കളും കഴിഞ്ഞത്. ഓട് തലയിൽ വീണ് 2 പേർക്ക് ചെറിയ പരുക്കുണ്ട്. തങ്കമ്മയുടെ മകൻ വിനോദ് പാലക്കാട് ജോലിസ്ഥലത്തായിരുന്നു. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ജിൻഡോസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലയിൽ വ്യാപക നാശം വിതച്ച് കനത്ത മഴ തുടരുകയാണ്. പീച്ചി റോഡിലേക്ക് KFRIയിലെ വൻ മരം വീണു. അർദ്ധരാത്രിയിൽ തന്നെ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. പീച്ചി റോഡിലേക്ക് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു മാറ്റി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത് പിയുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. 16 വയസ്സുള്ള ജുവൈനലിന് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. പലചരക്ക് കടയിൽ നിന്ന് 16 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കേസിലാണ് മംഗലത്തുകണ്ടൻ വീട്ടിൽ ആന്റുവിനെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഋഷിപ്രസാദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടകളായ മനു, സ്വാതി, ഹിമ എന്നിവർക്കെതിരെ കാപ്പ ചുമത്തി. 2025 ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 40 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. 99 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 59 പേർക്കെതിരെ നാടുകടത്തൽ നടപടികളും സ്വീകരിച്ചു. വലപ്പാട് കരയാമുട്ടം സ്വദേശി സ്വാതി, വലപ്പാട് ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെ 6 മാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ DYSP ഓഫീസിൽ വന്ന് ഒപ്പുവെക്കാനും ഉത്തരവായിട്ടുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ ഹരി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, സുബി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത മുടിക്കോട് കല്ലിടുക്ക് പ്രദേശങ്ങൾ സന്ദർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി.
തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം കൌൺസിലർമാരുമായി ചർച്ച നടത്തി. അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കുട്ടനല്ലൂർ മൾട്ടിപർപ്പസ് സഹകരണ സംഘം വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശക്തിയായ മഴ, പീച്ചി അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. 71.34 മീറ്ററാണ് ഇപ്പോൾ ജലനിരപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.